ഇന്ന് നമുക്കൊരു കേരമീൻ പെരട്ട് തയ്യാറാക്കാം. ഈ മീൻ പെരട്ട് നമുക്ക് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയതാ. അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചൂടായ ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. 6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചുമന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തീ കുറച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുടംപുളിയും ആ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. കേര മീനാണ് ഞാൻ എടുക്കുന്നത്. ദശക്കട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് മീൻ വേവിച്ചെടുക്കാം. മീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ചെറുതീയിൽ നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് മീൻ പൊടിയാതെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഗ്രേവി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നല്ല രുചികരമായ മീൻ പെരട്ട് തയ്യാറായിട്ടുണ്ട്. അത് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം.